ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞു. അത് രണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് 7 മാർക്കിനോ 9 മാർക്കിനോ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റ് എടുത്താൽ അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്തതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം ഷുവർ ക്വസ്റ്റ്യൻ ആണ് അവിടെ നമുക്ക് ചോദിക്കാം. അതായത് നമുക്ക് ഇത്രയാണ് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു വിച്ച് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഫോർ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി വെക്കാം. എൻ നമുക്കറിയാം എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രൂഫിൽ ഇവിടെ എഴുതി വെക്കുന്നു. എൻ നമ്പർ ഓഫ് ട്രയൽസ്. ദെൻ പി നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ക്യൂ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ആൻഡ് പി പ്ലസ് ക്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ദെൻ നമ്മൾ പോയിസോണിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് ലാംഡ ഈക്വൽ ടു എൻ പി ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് പി ഈക്വൽ ടു എന്ത് കിട്ടും, ലാംഡ ബൈ എൻ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് പ്രൂഫിൽ കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണ് എല്ലാം എഴുതി വെച്ചത്. ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വരുന്നത് നമുക്കറിയാം, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്കറിയാം എൻ സി എക്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷന് പകരം എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പി റേസ് ടു എക്സ്. ഇനി ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. പി പ്ലസ് ക്യൂ 1 ആണെങ്കിൽ നമുക്ക് ക്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി ആയിരിക്കും. ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി ആയിരിക്കും. സോ ഞാൻ ക്യൂവിന് പകരം 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യൂവിന് പകരം 1 മൈനസ് പി. ഇനിയുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ എൻ ഫാക്ടോറിയലിനെ മാറ്റുന്നത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. എൻ ഫാക്ടോറിയൽ നമുക്കറിയാം എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം, എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ ഇൻ ജനറൽ ആയിട്ട് ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 എക്സെട്ര ഇൻറ്റു n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതി. അങ്ങനെ നമുക്ക് എഴുതാറ് ബാക്കി കൂടി. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ടേം അതായിരിക്കും n മൈനസ് എക്സ് മൈനസ് 1 ആയിരിക്കും. കാരണം എക്സ് മൈനസ് 1 കഴിഞ്ഞിട്ടുള്ള ടേം ആണല്ലോ ഏത് വരിക, n മൈനസ് എക്സ് ഫാക്ടോറിയൽ വരിക. അപ്പോൾ n ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അടിയിലാരുടെ ഡിനോമിനേറ്ററിൽ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ദെൻ കൂടെ പി റൈസ് ടു എക്സ് 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 എക്സെട്ര ഇൻറ്റു എൻ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇത് രണ്ടും എന്തായിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എത്ര ടേംസ് ഉണ്ട്. എൻ മൈനസ് 1 എൻ മൈനസ് 2 എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് 1. അതായത് എൻ മൈനസ് 1 ഒരു 1 2 3 4 5 അങ്ങനെ പോയി എക്സ് മൈനസ് 1 ടേം ഇത് തന്നെ ഉണ്ട്. ഇത് തന്നെ എക്സ് മൈനസ് 1 ടേംസ് ഉണ്ട് പ്ലസ് ഒരു ടേമും കൂടി. അപ്പോൾ എക്സ് മൈനസ് 1 പ്ലസ് 1 എക്സ് ടേംസ് ഉണ്ട് ഇത് ടോട്ടൽ. അതായത് ഇവിടം മുതൽ ഇവിടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ടേംസ് ഉണ്ട്, എക്സ് ടേംസ് ഉണ്ട്. അതായത് 1 2 3 4 ഇങ്ങനെ എക്സ് മൈനസ് 1 പ്ലസ് 1 എക്സ് ടേംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എല്ലാത്തിനും കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, എന്നിനെ പുറത്തെടുക്കുന്നു. എൻ ഇവിടെ ഉണ്ട്. അടുത്തതെന്ന് ഞാനൊരു എന്നിനെ പുറത്തെടുത്താൽ 1 മൈനസ് 1 ബൈ എൻ. അടുത്തതെന്ന് ഞാനൊരു എന്നിനെ പുറത്തെടുത്താൽ 1 മൈനസ് 2 ബൈ എൻ എക്സെട്ര അങ്ങനെ പോയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു എന്നിനെ പുറത്തെടുത്താൽ 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എക്സ് ഫാക്ടോറിയലും നമ്മുടെ പി റൈസ് ടു എക്സ് ക്യൂവിന് പകരം നമ്മൾ എഴുതിയിട്ടുള്ള 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എത്ര എന്നുകൾ പുറത്ത് വന്നിട്ടുണ്ടാവും, എൻ 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 എക്സ് ടേംസ് ആയതുകൊണ്ട് തന്നെ എൻ റൈസ് ടു എക്സ് എന്നുകൾ നമുക്ക് പുറത്തേക്കായിട്ട് കൊണ്ടുവരാൻ പറയും. കാരണം എൻ 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 അങ്ങനെ എക്സ് ടേംസ് ഉണ്ട്. സോ എൻ റൈസ് ടു എക്സ്. ബാക്കി അവിടെ പെൻഡിങ് എന്താ ഉണ്ടാവുക, 1 മൈനസ് 1 ബൈ എൻ എക്സെട്ര അപ് ടു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ ഇൻറ്റു ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അല്ല പിക്ക് പകരം നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുവച്ചിരുന്നു, ലാംഡ ബൈ എൻ കൊടുക്കാം. അപ്പോൾ എന്തായിട്ട് മാറും, പിക്ക് പകരം ഞാൻ ലാംഡ ബൈ എൻ കൊടുത്താൽ ലാംഡ ബൈ എൻ റൈസ് ടു എക്സ് വരും. ദെൻ അതേപോലെ അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, 1 മൈനസ് പിക്ക് പകരം ലാംഡ ബൈ എൻ റൈസ് ടു എൻ മൈനസ് എക്സ്.
ഓരോ സ്റ്റെപ്പും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി വീണ്ടും അടുത്തൊരു സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. n റൈസ് ടു എക്സ് 1 മൈനസ് 1/n എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1/n ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ ബൈ n റൈസ് ടു എക്സിന് എനിക്ക് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ n റൈസ് ടു എക്സ് എന്നാക്കാം. ദെൻ ഇത് നമുക്ക് ഞാൻ ഇതിന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു എക്സ് എന്ന് എഴുതാം. കാരണം എന്താ, ഈ മൈനസ് എക്സ് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പം പ്ലസ് എക്സ് ആയിട്ട് മാറും. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇതിന് ഞാൻ ഈ n റൈസ് ടു എക്സും n റൈസ് ടു എക്സും ക്യാൻസൽ ചെയ്യുന്നു. ദെൻ ഇനിയുള്ള സ്റ്റെപ്സാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ലിമിറ്റ്, സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വരും, നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ നിലവിൽ നമ്മളുടെ കയ്യിലുള്ളത് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/n എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1/n ഇൻറ്റു ഈ ഒരു ഫംഗ്ഷൻ വരുന്നത് ഞാനിവിടേക്ക് എഴുതുന്നുണ്ട്. എന്ത് വരും, 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു എക്സ് ഇങ്ങനെയായിട്ട് മാറി. നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ലിമിറ്റ് എന്നിനാണ് കൊടുക്കുന്നത്, അപ്പോൾ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ പുറത്തൊക്കെ വരും. എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ 1/ഇൻഫിനിറ്റി 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 കുറേ വരും. 1/ഇൻഫിനിറ്റി 0 ആണ്. സോ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 എന്ന് വരും. ആ ടേംസ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിനും ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു n ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു എക്സ്. ഈ രീതിയിലോട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇതൊക്കെ 1 ആയിട്ട് മാറി. ഇത് രണ്ട് റിസൾട്ടുകളാണ്. ഈ രണ്ട് റിസൾട്ടും കൂടി നിങ്ങളിവിടെ പഠിച്ചു വെച്ചാൽ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ലാംഡയാണ്. അതേപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ രണ്ട് റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് എന്ത്, PMF ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ഇറ്റ് ഈസ് ദ PMF പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി, PMF ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കിട്ടി. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, PMF ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ 1-2 കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ശ്രദ്ധിക്കുക. ദെൻ ലാംഡ NP ലാംഡ ബൈ n കൊടുക്കുന്നു. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ എക്സ് ടേംസ് ഉണ്ട്. ആ പോയിൻ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻസ് ശ്രദ്ധിക്കുക. ദെൻ ലിമിറ്റ് എടുക്കുന്ന സമയത്തുള്ള രണ്ട് റിസൾട്ട്, ഈ ഫസ്റ്റത്തെ റിസൾട്ട് ഇ റൈസ് ടു മൈനസ് ലാംഡ, സെക്കൻഡ് റിസൾട്ട് 1 കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പ്രൂഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറം അല്ലെങ്കിൽ ഒരു തിയറം പ്രൂഫ് വരുന്ന ഇത് തന്നെയാണ്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെയും മീനും വേരിയൻസും നിങ്ങൾ പഠിക്കണം. അതും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൃത്യമായിട്ട് ഈ നോട്ട്സ് എഴുതിയെടുത്തിട്ട് ഈ പ്രൂഫ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.